ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ബ്രെഡ് പിസ്സ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ്റെ പിസ്സയാണിത്. ചിക്കൻ, ക്യാബേജ്, സവാള, തക്കാളി, മല്ലിയില, ഉപ്പ്, കുരുമുളക് പൊടി, മുട്ട, ബ്രെഡ്. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ, നെയ്യ്, മൈദ, പാല് എന്നിവയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നൊരു ബൗളിലേക്ക് ഇട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് സവാള, അതിലേക്ക് മല്ലിയില, ക്യാബേജ്, തക്കാളി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയ ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. ചിക്കൻ എല്ലെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടല്ല പൊരിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കൂടുതലൊന്നും ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് വെക്കണം. സോസിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ, ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായി ചൂടാക്കി എടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പാല് കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വൈറ്റ് സോസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നന്നായി അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇനി ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് 5 കോഴിമുട്ടയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഹാഫ് ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായി വേവേണ്ടതില്ല. ഇനി അതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. മുകളിലായിട്ട് വൈറ്റ് സോസ് ഒന്ന് നിരത്തി കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ആ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിന് മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.